ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന് കീഴിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 വിജ്ഞാപനം ഈ വർഷം തന്നെ ഉണ്ടാകും. ഏറ്റവും എളുപ്പത്തിൽ ഉയർന്ന റാങ്ക് നേടാനുള്ള ഒരേ ഒരു മാർഗം ഏറ്റവും നേരത്തെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഗ്രേറ്റ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ലൈവ് ക്ലാസുകളും റെക്കോർഡഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോമാറ്റ്. 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ. എക്സാം തീയതി വരെ വാലിഡിറ്റി ഉള്ള ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓഫർ പ്രൈസ് ആയ വെറും 4000 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ റാങ്ക് ഉറപ്പിക്കൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ നമ്മൾ MLTയുടെ സെക്കൻഡ് റിവിഷൻ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, healthy male person in 18 to 60 years age group can donate blood in options: A, every 2 months, every 3 months, option B, every 3 months, option C, every 4 months. ആൻസർ അറിയാവുന്നവർ പറഞ്ഞു. ഓപ്ഷൻ ബി, every 3 months. അതെ, ഓപ്ഷൻ ബി എവറി 3 months ആണ് കറക്റ്റ് ആൻസർ. ഹെൽത്തി മെയിൽ പേഴ്സൺ ആണ് 18 to 60 years ഏജ് ഗ്രൂപ്പിലാണെങ്കിൽ എവറി 3 months ആണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ്, മലേറിയൽ പാരസൈറ്റ് cannot affect RBC of, cannot affect RBC of A, option A, sickle cell disease, option B, aplastic anemia, option C, megaloblastic anemia, option D, iron deficiency anemia. ഓപ്ഷൻ എ, സിക്കിൾ സെൽ ഡിസീസ്. Yes, correct. Option A, sickle cell anemia ആണ് correct answer. അപ്പൊ സിക്കിൾ സെൽ ഡിസീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് RBCC ഒരു ക്യാരക്ടറിസ്റ്റിക് സിക്കിൾ ഷേപ്പ് ആയിരിക്കും. ആ ഷേപ്പ് വരുന്നത് കാരണം എന്ത് സംഭവിക്കും? RBCസിനകത്ത് ചില എസെൻഷ്യൽ പ്രോട്ടീൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയും മലേറിയൽ പാരസൈറ്റ് എവിടെയാണ് ജീവിക്കുന്നത്? RBCസിലാണ് ജീവിക്കുന്നത്. അപ്പൊ അതിന് ജീവിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സിക്കിൾ സെൽ അനീമിയ ഉള്ളവർക്ക് malarial parasite infect ചെയ്യാറുണ്ട്. Sickle cells have membranes stretched by their unusual shape that become porous and leak nutrients that the parasites need to survive, and the faulty cells eventually get eliminated fast by the organism, destroying the parasite along with it. അപ്പൊ sickle cell anemia എന്താ സംഭവിക്കുന്നത്? ആദ്യം മൈക്ക് ഓൺ ആണ്, ഓഫ് ആക്കണ, ഡിസ്റ്റർബൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ സിക്കിൾ സെൽ അനീമിയയില് RBCസിന്റെ ക്യാരക്ടറിസ്റ്റിക് സിക്കിൾ സെൽ ഷേപ്പ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ സെൽസിന്റെ ഷേപ്പ് അബ്നോർമൽ ആയിരിക്കും. അബ്നോർമൽ ഷേപ്പ് കാരണം സെൽസ് കൂടുതൽ പോറസ് ആയിരിക്കും. അതായത് ന്യൂട്രിയൻസിന് എളുപ്പം ലീക്ക് ചെയ്ത് പുറത്തേക്ക് പോകാൻ പറ്റും. ആ തരത്തിൽ ലീക്ക് ആവുന്ന ന്യൂട്രിയൻസ് കാരണം മലേറിയൽ പാരസൈറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അധികം കാലം സർവൈവ് ചെയ്യാൻ പറ്റില്ല. മലേറിയൽ പാരസൈറ്റ് RBCസിലാണല്ലോ സർവൈവ് ചെയ്യുന്നത്, പിന്നെ ലിവറിലും. അപ്പൊ RBCസിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പാരസൈറ്റ് ഡിസ്ട്രക്റ്റഡ് ആയിരിക്കും. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, sickle cell anemia. Next, which blood group is called universal donor? The option എല്ലാം തന്നെ പറയാൻ പറ്റുന്നതാണ്. ഓപ്ഷൻ എ, A positive, B positive, C, O positive, D, O negative. ഓ പോസിറ്റീവ്. ആൻസർ ഇസ് O നെഗറ്റീവ്. O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണ് കേട്ടോ ആൻസർ. അതായത് ആന്റിജൻസ് ഉണ്ടാവാൻ പാടില്ല. ഓന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ചാടി O പോസിറ്റീവ് എന്ന് പറയരുത്. ABO എന്ന് മാത്രമേ ഉള്ളൂ. ആർച്ച് അതായത് പ്ലസും മൈനസും പറയുന്നില്ല എങ്കിൽ, നെഗറ്റീവും പോസിറ്റീവും പറയുന്നില്ല എങ്കിൽ O എന്ന് പറയാം. പക്ഷെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ O നെഗറ്റീവ് ആണ്. കാരണം O പോസിറ്റീവില് പോസിറ്റീവ് ഉണ്ടല്ലോ. അപ്പൊ പോസിറ്റീവ് ഉള്ള ആൾക്ക് O നെഗറ്റീവ് ഉള്ള ആൾക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ O നെഗറ്റീവ് ഉള്ള ആൾക്ക്
എ പോസിറ്റീവിന് കൊടുക്കാം, എ നെഗറ്റീവിന് കൊടുക്കാം, ബി പോസിറ്റീവിന് കൊടുക്കാം, ബി നെഗറ്റീവിന് കൊടുക്കാം. അതുപോലെ എ ബി പോസിറ്റീവിന് കൊടുക്കാം, എ ബി നെഗറ്റീവിന് കൊടുക്കാം, ഒ പോസിറ്റീവിനും കൊടുക്കാം, ഒ നെഗറ്റീവിന് കൊടുക്കാം. പക്ഷെ ഒ പോസിറ്റീവ് വരുമ്പോ എന്ത് പറ്റും? ഒ നെഗറ്റീവിന് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അവിടെ RH ഫാക്ടറൂടെ നോക്കിയിട്ട് വേണം നമ്മൾ പറയാനായിട്ട്. Type O negative blood does not have any antigens. It is called universal donor. അതുപോലെ യൂണിവേഴ്സൽ റെസിപ്പിയന്റും പഠിച്ചു വെക്കണം. അതിനാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. AB positive blood is called as universal recipient because person who has it can receive blood of any type. യൂണിവേഴ്സൽ ഡോണർ O ആണ്, അതുപോലെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് AB ആണ്. ഇത്രയും നമുക്കറിയാം. പോസിറ്റീവും നെഗറ്റീവും പറയുമ്പോൾ O നെഗറ്റീവ് ആണ് യൂണിവേഴ്സൽ ഡോണർ ആൻഡ് AB പോസിറ്റീവ് ആണ് യൂണിവേഴ്സൽ അക്സെപ്റ്റർ. പഠിച്ചു വെക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഇമ്യൂണോഗ്ലോബുലിൻ ആർ ഓപ്ഷൻ A 2, ഓപ്ഷൻ B 3, ഓപ്ഷൻ C 4, ഓപ്ഷൻ D 5. ഇമ്യൂണോഗ്ലോബുലിൻസിന്റെ നമ്പർ പറഞ്ഞ്. IgA, IgE എന്നൊക്കെ പറയുന്നതാണ് ഇമ്യൂണോഗ്ലോബുലിൻസ്. അങ്ങനെ എത്ര എണ്ണം ഉണ്ട് നമുക്ക്? ഇമ്യൂണോഗ്ലോബുലിൻസ് 5 ആണോ? യെസ്, 5. 5 ഉള്ളത്. ആൻസർ ഇസ് ഓപ്ഷൻ ഡി 5. ഏതൊക്കെയാണ്? IgG, IgA, IgM, IgE, IgD. IgG, IgA, IgM, IgA. ഗെയിംഡ് GAMED എന്നിട്ട് പഠിച്ചു വെച്ചാൽ മതി. അത് മാത്രമല്ല, ഇമ്യൂണോഗ്ലോബുലിൻസിന്റെ നമ്പർ ചൊല്ലും. കൂടാതെ ഓരോ ഇമ്യൂണോഗ്ലോബിനും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. അതും ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പൊ നമുക്ക് ആ സ്പെഷ്യാലിറ്റീസ് ഒക്കെ നോക്കാം. ആദ്യം IgG. Main antibody in secondary response opsonizes bacteria, making them easier to phagocytose. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു നമ്മുടെ പ്രൈമറി ആയിട്ടൊരു ബാക്ടീരിയ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാക്ടീരിയ നമ്മളെ എഫക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് എഫക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഓൾറെഡി സെൻസിറ്റൈസ്ഡ് ആണ്. അപ്പൊ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് റെസ്പോൺസ് കൊടുക്കും. അങ്ങനെ നമ്മൾ സെക്കൻഡറി റെസ്പോൺസ് അല്ലെങ്കിൽ അനാംനസ്റ്റിക് റെസ്പോൺസ് പറയും. അതിൽ സെക്കൻഡറി റെസ്പോൺസിൽ മെയിൻ റോൾ പ്ലേ ചെയ്യുന്നത് IgG ആണ്. അതുപോലെ ബാക്ടീരിയനെ ഓപ്സനൈസ് ചെയ്യാൻ, അതായത് ഫാഗോസൈറ്റോസ് ചെയ്യാൻ ഈസി ആക്കുന്ന വിധത്തിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഫിക്സസ് കോംപ്ലിമെന്റ് വിച്ച് എൻഹാൻസസ് ബാക്ടീരിയൽ കില്ലിംഗ്. അഗെയിൻ ബാക്ടീരിയൽ കില്ലിംഗിന് ഫേവർ ചെയ്യുന്ന കാര്യമാണ്. ക്രോസസ് ദ പ്ലാസെന്റ. ഇതില് സെക്കൻഡറി റെസ്പോൺസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സെക്കൻഡറി റെസ്പോൺസ് IgG ആണ്. ഓപ്സനൈസസ് ബാക്ടീരിയ IgG ആണ്. ക്രോസസ് ദ പ്ലാസെന്റ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. IgGയുടെ ഫംഗ്ഷൻ ആണ്. അടുത്തത് IgA. സെക്രട്ടറി IgA പ്രിവെന്റ്സ് അറ്റാച്ച്മെന്റ് ഓഫ് ബാക്ടീരിയ ആൻഡ് വൈറസസ് ടു മ്യൂക്കസ് മെംബ്രെയിൻ. മെയിൻ ആയിട്ട് നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻസിലൊക്കെയാണ് കാണുന്നത്. കോംപ്ലിമെന്റ് ഫിക്സേഷൻ ഇല്ല. സോ അതിൽ മ്യൂക്കസ് മെംബ്രെയിൻസിൽ കാണും എന്നുള്ള പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. IgM പ്രൊഡ്യൂസ്ഡ് ഇൻ പ്രൈമറി റെസ്പോൺസ് ടു ആന്റിജൻ. ഫിക്സസ് കോംപ്ലിമെന്റ് ഡസ് നോട്ട് ക്രോസ് പ്ലാസെന്റ. ഇവിടെ IgM പ്രൈമറി റെസ്പോൺസിൽ മെയിൻ റോൾ പ്ലേ ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നെക്സ്റ്റ് IgD ഫൗണ്ട് ഓൺ ദ സർഫസ് ഓഫ് പീസസ് വെയർ ഇറ്റ് ആക്ട്സ് ആസ് റെസിപ്പിയന്റ് ഓഫ് ആന്റിജൻ. അടുത്തത് IgE. IgEയും ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്. ഇമ്മീഡിയറ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി അലർജി റെസ്പോൺസിലൊക്കെ ആക്ട് ചെയ്യുന്നത് IgE ആണ്. മീഡിയേറ്റ്സ് ഇമ്മീഡിയറ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഓർ അലർജി ബൈ കോസിംഗ് റിലീസ് ഓഫ് മീഡിയേറ്റേഴ്സ് ഫ്രം മാസ്റ്റ് സെൽസ് ആൻഡ് ബേസോഫിൽസ് അപ്പോൺ എക്സ്പോഷർ ഓഫ് ആന്റിജൻ. ഏതൊക്കെ സെല്ലുകളാണ്? അലർജി എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? ബോഡിയുടെ ഒരു ഹൈപ്പർ സെൻസിറ്റീവ് റെസ്പോണ്ട് ആണ്. ഒരു പൊടി തട്ടിയെങ്കിൽ അതിനെ ഒരു തുമ്മൽ പൊക്കമാണ്. അതാണ് നോർമൽ റെസ്പോൺസ്. പക്ഷെ ബോഡി ഹൈപ്പർ സെൻസിറ്റീവ് ആകുമ്പോൾ എന്ത് പറ്റും? ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്ത് ആ ചെറിയൊരു പൊടിയോട് തന്നെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്ത് ഒരുപാട് തുമ്മല്, ക്ഷീണം, ജലദോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ഇതാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റെസ്പോൺസ്. ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റെസ്പോൺസിന് കാരണമായ സെൽസ് ഏതാണെന്ന് ചോദിച്ചാൽ മാസ്റ്റ് സെൽസ് ആൻഡ് ബേസോഫിൽ ആണ്. അതിന് കാരണമായ ആന്റിബോഡി ഏതാണെന്ന് ചോദിച്ചാൽ IgE ആണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഡസ് നോട്ട് ഫിക്സ് കോംപ്ലിമെന്റ്. ഈ കോംപ്ലിമെന്റ് ഫിക്സേഷന്റെ പോയിന്റ് വിട്ടേക്കും, അത് ഇമ്പോർട്ടന്റ് അല്ല. മെയിൻ ഹോസ്റ്റ് ഡിഫൻസ് അഗെയിൻസ്റ്റ് ഹെൽമിന്തിക് ഇൻഫെക്ഷൻ, അതേപോലെ വേം ഇൻഫെക്ഷൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഹോസ്റ്റ് റെസ്പോൺസ് ആയിരുന്ന IgE ആണ്. അപ്പൊ ആദ്യത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് 5 ഇമ്യൂണോഗ്ലോബുലിൻ ഉണ്ട്. IgG, IgA, IgM, IgE, IgD. IgGയുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ക്രോസസ് ദ പ്ലാസെന്റ. അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് സെക്കൻഡറി റെസ്പോൺസ് IgA മ്യൂക്കസ് മെംബ്രെയിൻസ്. IgM പ്രൈമറി റെസ്പോൺസ്. IgE
അലർജി റെസ്പോൺസ്. ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്യണം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന് കീഴിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 വിജ്ഞാപനം ഈ വർഷം തന്നെ ഉണ്ടാകും. ഏറ്റവും എളുപ്പത്തിൽ ഉയർന്ന റാങ്ക് നേടാനുള്ള ഒരേ ഒരു മാർഗം ഏറ്റവും നേരത്തെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഗ്രേറ്റ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ലൈവ് ക്ലാസുകളും റെക്കോർഡഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോമാറ്റ്. 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ. എക്സാം തീയതി വരെ വാലിഡിറ്റിയുള്ള ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ എന്നിവയടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓഫർ പ്രൈസായ വെറും 4000 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ റാങ്ക് ഉറപ്പിക്കൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.